വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെറാനാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമുക്ക് മയോണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മയോണൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളുള്ള എല്ലാ വീട്ടിലും ഇപ്പോൾ മയോണൈസ് ഉണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് മയോണൈസ്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി മയോണൈസ് വീട്ടിലുണ്ടാക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട 3 എടുത്തിട്ടുണ്ട്. ഇപ്പം 3 മുട്ട വെച്ചിട്ട് ചെയ്യുന്ന അളവാണ് ഞാനിവിടെ പറയുന്നത്. 3 മുട്ടയുടെ വെള്ള മാത്രം മതിയാവും. പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ പഞ്ചസാര, ഉപ്പ്, ഒലിവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര വേണം എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും മയോണൈസ് എന്താണെന്ന് അറിയാം, എന്നാലും പറയാം. മയോണൈസ് നമ്മൾ സലാഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട്. വെജിറ്റബിൾ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട്. അതിനകത്ത് വെജിറ്റബിൾസിൽ മിക്സ് ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുമ്പം അത് കഴിക്കാനായിട്ട് ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴും നമുക്കിതിൽ ഒക്കെ കാണാറുണ്ട് ഒരു വെളുത്ത സാധനം, അതാണ് മയോണൈസ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒഴിച്ചത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു ശകലം പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഉപ്പിൻ്റെ പഞ്ചസാരയൊക്കെ അളവ് നമ്മളെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ മിക്സിയിലും ഇങ്ങനൊരു ഒരു ബട്ടണുണ്ട് പിറകിട്ട് ഇങ്ങനെ വിപ്പിങ് ചെയ്യുന്നത്. അപ്പോൾ അതിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ 3-4 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വെള്ള കളറിൽ അടിച്ച് കിട്ടും. പിന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. അതായത് നമ്മളിനി എണ്ണ ചേർത്ത് തുടങ്ങുമ്പോഴാണ് ഇത് കട്ടിയായി തുടങ്ങുന്നത്. അപ്പോൾ എണ്ണ അല്പമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മുട്ടയൊക്കെ നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം എണ്ണ. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ മാത്രം എടുക്കുക. കാരണം അത് രണ്ടും മാത്രം ഫ്ലേവർ ഇല്ലാത്ത എണ്ണയുള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലതല്ല, അത് എടുക്കണ്ട, വെളിച്ചെണ്ണ എടുക്കരുത്. പിന്നെ ഇതിങ്ങനെ വിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം 3-4 വട്ടമൊക്കെ ഇങ്ങനെ നോക്കുക, നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോവുക, ഓപ്പൺ ചെയ്ത് നോക്കുക കട്ടിയായിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇപ്പോൾ ഇതിപ്പോഴും ലൂസാണ്. നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് പോലെ ഇത് കട്ടിയായിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നല്ല വാട്ടറി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇനിയും എണ്ണ ചേർക്കണം. ഞാനിവിടെ 1/4 കപ്പ് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് മുഴുവനും വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കട്ടി ലാസ്റ്റിലും കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് കട്ടിയാവും. അപ്പോൾ ഇങ്ങനെ നിർത്തി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. മിക്സി ഒരു ജസ്റ്റ് ഫോർ 1 സെക്കൻഡ് ചെയ്യാവൂ, കൂടുതൽ അടിക്കരുത്. ഇതങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മയോണൈസിനൊക്കെ നല്ല വിലയാണ്. ചെറിയൊരു കുപ്പിക്ക് തന്നെ 200 രൂപയൊക്കെ കൊടുക്കണം. മാത്രമല്ല അത് പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 3-4 ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ദിവസമൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കാരണം പച്ച മുട്ടയല്ലേ, ഇത് അടിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മൾ എടുക്കുന്ന കാരണം നമ്മൾ പാലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ പെട്ടെന്നൊക്കെ അങ്ങ് ഉപയോഗിച്ച് തീർക്കുക. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചേർക്കും പോലെ ഇരിക്കും നമ്മളതിൻ്റെ കട്ടി ആയി വരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കുക. ഇത് നല്ലൊരു നമുക്ക് ധൈര്യപൂർവ്വം ഇത് കഴിക്കാം. ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം എല്ലാത്തിലും, കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണിത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, കാണാനും പറ്റുള്ളൂ. അപ്പോൾ അതിലേക്കായിട്ട് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും നല്ല റെസിപ്പീസുമായിട്ട് നമുക്കിനിയും അടുത്ത ഇതിലൊക്കെ കാണാം, അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലൊരു മയോണൈസ് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ കുറവാണ് ജോലി, കണ്ടില്ലേ, അപ്പോൾ വെറും 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇത്രേ ജോലിയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരു ക്രീം ചീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൻ. ബൈ.